ഞാൻ ചികിത്സിക്കുന്ന പല രോഗികളും അവരറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പല വിഡ്ഢിത്തങ്ങളും തെറ്റുകളുണ്ട്. അത് കാരണം നല്ല രീതിയിൽ കൺട്രോളായിട്ട് പോകുന്ന രോഗികൾ പോലും വലിയ പ്രശ്നത്തിലേക്ക് പോവാണ്. ചിലർക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ രക്തം കട്ടി കുറക്കുന്ന ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ നിർത്തിക്കളയും. ഇത് പലപ്പോഴും വീണ്ടും അറ്റാക്ക് ഉണ്ടാക്കും, വീണ്ടും സ്ട്രോക്ക് ഉണ്ടാക്കും. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ സ്റ്റെന്റ് അടഞ്ഞു പോകും. മറ്റൊരു തെറ്റ് പലരും ചെയ്യുന്നത് കൊളസ്ട്രോളിന്റെ മരുന്ന്, കൊളസ്ട്രോൾ റിപ്പോർട്ട് നോർമൽ ആണെന്ന് പറഞ്ഞിട്ട് നിർത്തിക്കളയും. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു വ്യക്തിക്ക് കൊളസ്ട്രോളിന്റെ മരുന്ന് കൊടുക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി മാത്രമല്ല, വീണ്ടും ബ്ലോക്ക് വരുന്ന തടയാൻ കൂടി വേണ്ടിയിട്ടാണ്. പഠനങ്ങൾ കാണിക്കുന്നത് കൊളസ്ട്രോളിന്റെ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരാനുള്ള സാധ്യത 46% വർദ്ധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ ഹാർട്ട് ഫെയിലിയർ രോഗികൾ വെള്ളത്തിന്റെ അളവ് 1-2 ഗ്ലാസ് കൂടുതൽ കഴിച്ചാൽ പോലും അവർക്ക് ഹാർട്ട് ഫെയിലിയർ സംഭവിക്കാം. ഇത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. വെറും 1-2 ഗ്ലാസ് വെള്ളം പോലും ഹൃദയത്തിന്റെ സ്ട്രെയിൻ 50% വരെ കൂട്ടാൻ സാധ്യതയുണ്ട്. പമ്പിങ് കുറഞ്ഞ ആളുകൾക്ക് ഒരുപാട് ആളുകൾ വെള്ളം കൂടുതൽ കഴിച്ചതിന്റെ പേരിൽ ICUയിൽ എത്തിയിട്ടുണ്ട്, വെന്റിലേറ്ററിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ ആളുകൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഉപ്പിന്റെ അളവ് കൂട്ടുക എന്നുള്ളത്. ഓരോ എക്സ്ട്രാ 1 ഗ്രാം ഉപ്പ് കൂടിയാൽ ഹാർട്ട് കുറഞ്ഞ ആളുകൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് അഡ്മിറ്റ് ആവാനുള്ള സാധ്യത 13% വർദ്ധിക്കുകയാണ് ഓരോ ഗ്രാമിനും. അച്ചാറും പപ്പടവും കഴിച്ചിട്ട് ICUയിൽ എത്തിയവരെ എനിക്കറിയാം. മറ്റൊരു പ്രധാന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പല ആളുകളും പ്രായം കൂടുന്നതിനനുസരിച്ച് കിതപ്പ് കൂടുമ്പോൾ, നെഞ്ചിൽ അസ്വസ്ഥത വരുമ്പോൾ, കാലിൽ നീര് വരുമ്പോൾ അവര് സ്വയം വിചാരിക്കും ഇത് പ്രായാധിക്യം മൂലം സംഭവിക്കുന്നതാണ്, ഇത്രയും പ്രായമൊക്കെ ആയാലും ഇനിയിപ്പോൾ കിതപ്പൊക്കെ ഉണ്ടാവില്ല എന്ന്. ഇതുകൊണ്ട് പലർക്കും അപകടം സംഭവിക്കാം. കൃത്യസമയത്ത് അസുഖം കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരികയും പിന്നീട് അസുഖം മൂർച്ഛിച്ച് ഇരട്ടിപ്പണിയാവും. വേറെ ചിലർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഹൃദ്രോഗമുള്ള പലരും കുറെ കാലത്തേക്ക് പിന്നീട് ഡോക്ടറെ കാണിക്കില്ല എന്നുള്ളതാണ്. അത് കാരണം ചില ഹാർട്ടിന്റെ സൂചനകൾ ഡോക്ടർമാർക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് സമയത്തിന് കണ്ടെത്താതെ പിന്നീട് അറ്റാക്കും ഹാർട്ട് ഫെയിലിയറും പലർക്കും സംഭവിക്കാറുണ്ട്.